ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 50 നോമ്പ് എന്നറിയപ്പെടുന്ന വലിയ നോമ്പ്. ഈ നോമ്പിൻ്റെ ഒന്നാമത്തെ ആഴ്ചയിലാണ് നമ്മൾ. നോമ്പിൻ്റെ ചൈതന്യം എന്താണ്? എന്തിനെയാണ് നമ്മൾ നോമ്പെന്ന് വിളിക്കുന്നത്? പലപ്പോഴും നോമ്പ് എന്ന് പറയുമ്പോൾ മത്സ്യ മാംസങ്ങൾ വർജിക്കുന്നതിനെക്കുറിച്ചും അതല്ലെങ്കിൽ ഒരു നേരം നോക്കുന്നതിനെക്കുറിച്ചും മറ്റുമായിരിക്കും നമ്മുടെ ചിന്തകൾ വരിക. യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത് ഈ പ്രക്രിയകളെല്ലാം കൂടിയ നമ്മുടെ ജീവിതത്തിലെ ചില ആചരണങ്ങളെയാണ്. ഈ നോമ്പ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ ശുദ്ധീകരിക്കുന്ന കാലഘട്ടം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പല മാധ്യമങ്ങളുണ്ട്, പല രീതികളുണ്ട്, ആചരണങ്ങളുണ്ട്. അതിൽ ചിലതാണ് നമ്മുടെ ഭക്ഷണത്തിലുള്ള നിയന്ത്രണം, മത്സ്യ മാംസാദികൾ ചില പ്രത്യേക ദിവസങ്ങളിൽ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പരിഹാര പ്രവർത്തികൾ, കൂടുതലായിട്ട് നടത്തുന്ന പ്രാർത്ഥനകൾ, തീർത്ഥാടനങ്ങൾ, ദാനധർമ്മങ്ങൾ, ഇതെല്ലാം നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങളാണ്. ഈ മാർഗങ്ങൾ എല്ലാം നമ്മൾ ചെയ്യുന്നതിനെയാണ് നോമ്പ് എന്ന് വിളിക്കുന്നത്. നോമ്പ് എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള സംജ്ഞയാണ്. അതേതിനെങ്കിലും ഒന്നിനെയല്ല കാണിക്കുന്നത്. ഇനി ഈ നോമ്പ് കാലം എന്തുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നു? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ വലിയ നോമ്പ് ചെന്ന് അവസാനിക്കുന്നത് അവസാനത്തെ ആഴ്ചയിൽ ഈശോയുടെ മഹത്വപൂർണമായിട്ടുള്ള ജെറൂസലം പ്രവേശനത്തിലും പിന്നീട് പെസഹ വ്യാഴത്തിലും ദുഃഖവെള്ളിയിലും തുടർന്ന് വരുന്ന ഉയർപ്പിലുമാണ്. അതായത് ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ അവസാനത്തെ ആഴ്ചയിൽ നടക്കുന്നത്. ഏറ്റവും അവസാനത്തെ കാര്യം ഉയർപ്പാണ്. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും ഈ ഉയർത്തെഴുന്നേറ്റ രീതിയിൽ ആയിരിക്കും. അതിലേക്കുള്ള ഒരുക്കമാണ് ഈ കാര്യങ്ങളെല്ലാം. നമ്മൾ ഏതൊരു കാര്യത്തിനും ഒരുങ്ങാറുണ്ട്. എന്താണോ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ആ ലക്ഷ്യത്തിനനുസരിച്ചുള്ള ഒരുക്കമായിരിക്കും ഉള്ളത്. നീന്താൻ പോകുന്ന ഒരാളാണെങ്കിൽ സൂട്ടും കോട്ടും ഇട്ടിട്ടല്ല ഒരുങ്ങുക. പ്രത്യേകത അതെല്ലാം മാറ്റിവെച്ച് നീന്തൽ വസ്ത്രം ഇട്ടുകൊണ്ടാണ് നമ്മൾ നീന്തലിനായിട്ട് ഒരുങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഗുസ്തിക്കൊക്കെ ആയിട്ട് ഒരുങ്ങുന്നവരുണ്ട്. ഗുസ്തിക്കായിട്ട് ഒരുങ്ങുന്നവർ ഇതുപോലെ തന്നെ നല്ല ഷൂസും ടൈയും ഒക്കെ കെട്ടിയിട്ടല്ല, അവരതിനുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ്. ബോക്സിങ്ങിന് പരിശീലിക്കുന്നവർ കയ്യിലൊക്കെ ആവശ്യമായിട്ടുള്ള ഉറകളൊക്കെ ഇട്ട് തലയിലും നെറ്റിയിലുമൊക്കെ ചില പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ്. കാരണം ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പരിശീലനം ആവശ്യമുണ്ട്. ഇതെല്ലാം ഇപ്പറഞ്ഞതെല്ലാം ശാരീരികമായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ പറയുന്ന ഈ ഉയർപ്പിലേക്കുള്ള നമ്മുടെ ആ പ്രയാണത്തിൽ അതിനുവേണ്ടി നമ്മൾ പരിശീലിക്കുമ്പോഴത് കൂടുതലായിട്ടും ആത്മീയമാണ്. അത്തരത്തിലുള്ളൊരു ആത്മീയ അവസരമാണ്, അല്ലെങ്കിൽ ആത്മീയമായുള്ള പ്രതിഭാസമാണ് ഉയർപ്പ് എന്ന് പറയുന്നത്. അതിലേക്ക് ഒരുങ്ങാൻ ഇത്തരത്തിലുള്ള ആത്മീയമായിട്ടുള്ള ഒരുക്കങ്ങൾ വേണം. നമ്മൾ ഭക്ഷണത്തിലും പാനീയത്തിലും എല്ലാം നമ്മൾ നിയന്ത്രണം പാലിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ തന്നെ, നമ്മുടെ ഇച്ഛാശക്തിയെ തന്നെ കീഴ്പ്പെടുത്താനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. നമ്മുടെ വരുതിയിൽ നിർത്താൻ പല കാര്യങ്ങളും നമ്മുടെ വരുതിയിലല്ല എന്ന് നമുക്കറിയാം. നമ്മളുടെ ചിന്തകളും ഒന്നും. അപ്പോൾ ആ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും പ്രതികരണ ശൈലികളെയും ഒക്കെ നമ്മളന്ന് വരുതിയിൽ നിർത്താനുള്ള ശ്രമമാണിത്. ഈ നോമ്പ് കാലത്ത് കേവലം നമ്മൾ ഭക്ഷണപാനീയത്തിൽ മാത്രമല്ല, നമ്മളുടെ ഈ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഉദാഹരണമായിട്ടെടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ശൈലികൾ പലപ്പോഴും നമുക്ക് അറപ്പുളവാക്കുന്നതാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് കാണുക. ക്രിസ്ത്യാനികളും ഭക്തരും വലിയ സഭാ സ്നേഹികളും എന്നൊക്കെ അറിയപ്പെടുന്നവർ പോലും ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ്. നിൻ്റെ സഹോദരനെ ഭോഷ എന്ന് പോലും നീ വിളിക്കരുത്, അവൻ തീനരകത്തിന് അർഹനാകും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾ മനസ്സിലാക്കാതെ ഭോഷ എന്ന് മാത്രമല്ല, കേട്ടാൽ അറയ്ക്കുന്ന, തെറി വിളിക്കുന്ന രീതികളിലേക്ക് നമ്മൾ അധപ്പതിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ നോമ്പ് കാലം ശരിയായിട്ട് നമുക്കൊരുങ്ങാൻ കഴിയണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ശ്രദ്ധ വച്ചേ മതിയാകും. ഇന്നത്തെ ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം
12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ മോശ കർത്താവിൻ്റെ അടുത്തേക്ക് സീനായ് മലയിലേക്ക് കയറിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക, കർത്താവ് പറയുന്നതാണത്. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് തരാം, നീ അവ ജനത്തെ പഠിപ്പിക്കണം. മോശ തൻ്റെ സേവകനായ ജോഷുവയുടെ കൂടെ എഴുന്നേറ്റു. മോശ ദൈവത്തിൻ്റെ മലയിലേക്ക് കയറി. അവൻ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വരുന്നവരെ നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുവിൻ. അഹ്റോനും ഹൂറും നിങ്ങളോടുകൂടി ഉണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ സമീപിക്കുവിൻ. മോശ മലയിലേക്ക് കയറിപ്പോയി. ഒരു മേഘം മലയെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മലമുകളിൽ കർത്താവിൻ്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേൽക്കാർക്ക് കാണപ്പെട്ടു. മോശ മേഘത്തിൻ്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി. 40 രാവും 40 പകലും അവൻ അവിടെ മലമുകളിലായിരുന്നു. 40 രാവും 40 പകലും. ഈ 40 എന്നുള്ള സംഖ്യ നിങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ ധാരാളമായിട്ട് കാണും. പിന്നീട് ഈശോയുടെ ഉപവാസവും 40 രാവും 40 പകലും തന്നെയായിരുന്നു. അതുകൊണ്ട് ഇവിടെ 40 രാവും 40 പകലും എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ടൊരു മനുഷ്യ ആയുസ്സിൻ്റെ ഘട്ടമായിട്ട് ദൈർഘ്യമായിട്ടൊക്കെയാണ് ഇതിനെ കാണുന്നത്. ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്ന മോശ, അവിടെ അവരൊന്നും ജോഷുവായും ഒന്നും കഴിക്കുന്നില്ല, ഒന്നും കുടിക്കുന്നില്ല, ദൈവസന്നിധിയിലാണ് അവർ. അപ്പോൾ നമ്മൾ ഓർക്കുക, കർത്താവിൻ്റെ വാക്കുകൾ, സ്വർഗത്തിൽ ആളുകൾ എങ്ങനെയാണ് മനുഷ്യർ? അവർ മാലാഖമാരെ പോലെയാണ്. അവർക്ക് അവിടെ വിശപ്പും ദാഹമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ മോശ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് കൽപ്പനകൾ വാങ്ങിക്കുകയാണ്. എന്തിന്? ജനത്തെ പഠിപ്പിക്കാനായിട്ട്. ഇങ്ങനെ 40 രാവും 40 പകലും ദൈവസന്നിധിയിൽ പ്രിയമുള്ളവരെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കണമെന്നുള്ളവർ തങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഭക്ഷണപാനീയങ്ങൾ പോലും വേണ്ടെന്ന് വെച്ച് ഇരിക്കുമ്പോഴേ പൂർണ്ണമായിട്ടും ദൈവത്തെ കാണാനും മനസ്സിലാക്കാനും അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുമൊക്കെ സാധിക്കുകയുള്ളൂ എന്ന് നമ്മളെ ഇതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മലയിലേക്ക് കയറുമ്പോൾ അവരവിടെ വലിയൊരു മേഘമാണ് കാണുന്നത്. ഈ മേഘം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്, അതിൻ്റെ പ്രതീകമാണ്. അതിലൂടെയാണ് അവർ മലയിലേക്ക് കയറുന്നത്. നമുക്കെപ്പോഴും ഈ ദൈവത്തിൻ്റെ ആ ഒരു മഹത്വത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ, ഈ മേഘത്തിനിടയിലൂടെ പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ആ മേഘത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവണം. നമ്മളൊരു വാതിലിലൂടെ കടക്കുമ്പോൾ ആ വാതിൽ നമുക്ക് കടക്കാൻ പറ്റിയ രീതിയിൽ വലുതായിരിക്കണം. ഒരു മുൾപ്പടർപ്പിലൂടെ നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മുള്ളു കൊള്ളാതിരിക്കാനുള്ള സംവിധാനമൊക്കെ വേണം. ഇതുപോലെ ദൈവസന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ മഹത്വത്തിലൂടെ പ്രവേശിക്കുമ്പോൾ നമുക്ക് ശാരീരികവും മാനസികവുമൊക്കെ ആയിട്ടുള്ള ആ ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ടെങ്കിലേ ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ച് ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനും പഠിക്കാനും അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനൊക്കെ സാധിക്കുള്ളൂ എന്നർത്ഥം. അതായത് ഈ മോശയും ജോഷുവായും ജനത്തെ പഠിപ്പിക്കേണ്ടവരാണ്. ഇവിടെ പറഞ്ഞു വരുന്നൊരു കാര്യമുണ്ട്. അത് ഈ പഠിപ്പിക്കേണ്ടവർ ദൈവവുമായിട്ട് ചേർന്നിരിക്കണം. പഠിപ്പിക്കേണ്ടവർ നമുക്കറിയാം, അത് പുരോഹിതരാണ്. പഴയ നിയമത്തിൽ അഹ്റോനെയും മക്കളെയും തിരഞ്ഞെടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? അതേക്കുറിച്ച് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യം ഇതാണ്. അവരെ യാക്കോബിനെ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ കാണിക്കകൾ കുറവുള്ളത് നികത്താൻ വേണ്ടിയിട്ടാണ്. പിന്നീട് സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെ അവരെ, അതായത് ജനത്തെ ദൈവത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കാൻ വേണ്ടിയാണെന്ന്. അവർ എങ്ങനെയാണ് ആശീർവദിക്കേണ്ടതെന്ന് പോലും പറഞ്ഞു കൊടുക്കും. ചുരുക്കത്തിൽ ഈ മോശയെപ്പോലെയും ജോഷുവയെപ്പോലെയും ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ നോമ്പ് നോറ്റ് പഠിപ്പിക്കാനായിട്ട് ഒരുങ്ങേണ്ടത് ആരാണ്? അത് ഈ സമൂഹത്തെ നയിക്കുന്നവർ തന്നെയാണ്. അത് പുരോഹിതർ എന്ന് പറയുമ്പോൾ മെത്രാനും അച്ഛനും മാത്രമല്ല, മാതാപിതാക്കന്മാർക്കും അതുപോലെ സമൂഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളവർക്കും അതുപോലെ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിലുള്ളവർക്കും എല്ലാവർക്കും ഈ ദൗത്യമുണ്ട്. കാരണം ഇടയ ദൗത്യമുള്ള എല്ലാവർക്കും ഈ കാര്യം നമ്മൾ ചെയ്തേ മതിയാകൂ. അവരെല്ലാം പഠിപ്പിക്കാനായിട്ട് കടപ്പെട്ടവരാണ്. അങ്ങനെ ഈ പഠിപ്പിക്കാൻ കടപ്പെട്ടവരെല്ലാം ദൈവസന്നിധിയിലിരുന്ന് ആ കൽപ്പനകൾ മനസ്സിലാക്കി അത് യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കണം. അതിനായിട്ട് അവർ സ്വയം ഒരുങ്ങണം. ഈ ഒരുങ്ങലിനെ കുറിച്ച് എല്ലാവർക്കും അവബോധമുണ്ടാകേണ്ട കാര്യമുണ്ട്.
രണ്ടാമത്തെ വായന എബ്രായർ ലേഖനം 2-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ആർക്ക് വേണ്ടിയും ആര് മൂലവും എല്ലാം നിലനിൽക്കുന്നുവോ, ആര് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ, ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു. ആർക്ക് വേണ്ടിയും ആര് മൂലവും എല്ലാം നിലനിൽക്കുന്നുവോ, ആര് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ, ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു. ആരെക്കുറിച്ച് ഇത് പറയുന്നത്? അത് കർത്താവിനെ കുറിച്ചാണ്. കർത്താവിൻ്റെ സഹനം മൂലമാണ് അവിടുന്ന് പരിപൂർണനായതെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ മനുഷ്യരെ പോലെ ഒരു മനുഷ്യനായിട്ടാണ് ജനിക്കുന്നത്. ഈ മനുഷ്യർക്കെല്ലാ സഹനങ്ങളുണ്ട്. സഹനമില്ലാത്ത ഏത് മനുഷ്യരാണുള്ളത്? അതുകൊണ്ട് എല്ലാ കാര്യത്തിലും പാപം വഴിയെ എല്ലാ കാര്യത്തിലും ഈ രക്ഷകൻ നമ്മളോടൊപ്പം നമ്മളെപ്പോലെ ആയിത്തീരണം. അല്ലെങ്കിൽ എല്ലാം നിലനിൽക്കുന്ന ഈശോയിലൂടെയാണ്, ഈശോ മൂലമാണ്. അതുപോലെ അനേകം പുത്രന്മാർ നമ്മളെല്ലാം മഹത്വത്തിലേക്ക് നയിക്കുന്ന ആ വ്യക്തി ഈശോ തന്നെയാണ്. അങ്ങനെയുള്ള ആ രക്ഷകനെ, ആ രക്ഷയുടെ കർത്താവിനെ സഹനം വഴിയാണ് ദൈവം പൂർണ്ണനാക്കിയത്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും, അതായത് ഈ നേതൃത്വത്തിലുള്ളവർ, അതേത് തരത്തിലുള്ളവരായാലും, പ്രത്യേകിച്ച് പുരോഹിതരും സന്യസ്തരും, അതുപോലെ അൽമായ നേതൃത്വത്തിലുള്ളവരും, സ്ഥാപനങ്ങളുടെ സംഘടനകളുടെ നേതൃത്വത്തിലുള്ളവർ, രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ എല്ലാം ഇതുപോലെ എന്ത് ചെയ്യണം? സഹനം വഴി നമ്മൾ പരിപൂർണരാകണമെന്നാണ് ഈ പറയുന്നത്. അത് ഉചിതമായിരുന്നു, തികച്ചും ഉചിതമായിരുന്നു എന്നാണ് പറയുന്നത്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഉത്ഭവിക്കുന്നത് ഒരുവനിൽ തന്നെ. അതായത് ഈ വിശുദ്ധീകരിക്കുന്നവൻ വിശുദ്ധീകരിക്കുമ്പോൾ, സ്വയം വിശുദ്ധീകരിക്കുമ്പോൾ, ആ വിശുദ്ധീകരിക്കപ്പെടുന്നവരും അതിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നു. അതിനാൽ അവരെ സഹോദരരെന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല. കാരണം നമ്മളെല്ലാവരും പുറപ്പെടുന്നത് ഒരുവനിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്. ആ ദൈവം മൂലമാണ് നമ്മളെല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സഹോദരരെന്ന് വിളിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ ദൈവം നമ്മളെല്ലാം പിതാവാണെന്നും നമ്മളെല്ലാം സഹോദരരാണെന്നും പഠിപ്പിക്കുന്ന ഏക വിശ്വാസം ക്രൈസ്തവ വിശ്വാസം മാത്രമാണ്. ചില വിശ്വാസങ്ങളുണ്ട്, അവർക്ക് അങ്ങനെ പറയുന്നത് തന്നെ വലിയ ഒരു തിന്മയായിട്ട് കരുതുന്നവരുണ്ട്. ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത് യഹൂദന്മാർ നമുക്കറിയാം. ഈശോ അങ്ങനെ പറഞ്ഞപ്പോൾ അവനെ കല്ലെറിയാനായിട്ട് അവർ തുടങ്ങി. ഇതുപോലെ ഇന്നുമുണ്ട്. ദൈവത്തെ പിതാവെന്ന് വിളിക്കുമ്പോൾ, നമ്മൾ പിതാവിൻ്റെ മക്കളാണെന്ന് പറയുമ്പോൾ അത് വലിയ ദൈവവിരോധമായിട്ട്, ദൈവദൂഷണമായിട്ട് കരുതുന്നവർ ഇന്നുമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാവരും ഒന്നും ഈ പിതാവായ ദൈവത്തെങ്കിലേക്കല്ല നയിക്കപ്പെടുന്നത്, മറ്റുള്ളവരെ നയിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാ മതത്തിനും എല്ലാ വിശ്വാസങ്ങളുമൊക്കെ ഒരുപോലെ ഒരു സ്ഥലത്തേക്കാണെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും പറയുകയാണ്, അവൻ പറയുന്നു, അങ്ങേ നാമം എൻ്റെ സഹോദരന്മാരെ ഞാൻ അറിയിക്കും, സഭാമധ്യേ അങ്ങേക്ക് ഞാൻ സ്തുതിഗീതം ആലപിക്കും. വീണ്ടും ഞാൻ അവനിൽ വിശ്വാസമർപ്പിക്കുമെന്നും ഇതാ ഞാനും എനിക്ക് ദൈവം നൽകിയ മക്കളും എന്നും അവൻ പറയുന്നു. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കുകളാകുന്നത് പോലെ അവനും അവയിൽ ഭാഗവാക്കാ. ഇത് പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരണിയാണ്. എന്താണ് ഈ പറയുന്നത്? അവിടെ ഞാനും എനിക്ക് ദൈവം നൽകിയ മക്കളും എന്നവൻ പറയുന്നു. സങ്കീർത്തനം പറയുന്നതാണ് ഇതെല്ലാം. അപ്പോൾ സങ്കീർത്തനം ഞാൻ പറയുന്നു, അതിൻ്റെ കാരണം എന്താണ്? മറ്റൊന്നുമല്ല, ദൈവം നമ്മുടെ പിതാവാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്നിട്ട് പിന്നെ ഈ എബ്രായ ലേഖനകാരൻ പറയുന്നത്, മക്കളായതുകൊണ്ട് നമ്മൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കുകളാകുന്നത് പോലെ അവനും അവയിൽ ഭാഗവാക്കായി, അതായത് ഈശോയും ഭാഗവാക്കായി. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എന്തിനാണ് അവനെങ്ങനെയൊക്കെ ആയത് നമ്മളെപ്പോലെ? അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിക്കുക. ഈശോയുടെ മരണം മൂലം എന്താ സംഭവിച്ചത്? ആ മരണത്തെ തന്നെ ഈശോ ജയിച്ചു. ആ മരണത്തിന്മേൽ അധികാരമുണ്ടായിരുന്ന പിശാചിനെ ഈശോ ജയിച്ചു. അങ്ങനെ എന്തിന്? നമ്മളെയൊക്കെ ഈ പറയുന്ന മരണഭയത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളാരും മരണഭയത്തിൽ കഴിയേണ്ടവരല്ല, ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കേണ്ടവരാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. എന്തെന്നാൽ അവൻ സ്വന്തമായി എടുത്തത് ദൈവദൂതന്മാരെയല്ല, അബ്രാഹത്തിൻ്റെ സന്തതിയാണ്. കർത്താവിൻ്റെ കൂട്ടുകാർ ദൈവദൂതന്മാരല്ല, അത് അബ്രാഹത്തിൻ്റെ സന്തതികളെ നമ്മളൊക്കെ തന്നെയാണ്. ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ദൈവിക കാര്യങ്ങൾ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട്
സദൃശനാകേണ്ടിയിരുന്നു. ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി പ്രധാന പുരോഹിതനാകാൻ എന്ത് ചെയ്യണമായിരുന്നു? അവൻ എല്ലാ കാര്യങ്ങളിലും നമ്മളോട് സദൃശനാകണമായിരുന്നു. പഴയ നിയമത്തിലെ പുരോഹിതൻ, പ്രധാന പുരോഹിതൻ അവരുടെ ഇടയിൽ തന്നെ എടുക്കപ്പെടുന്നവനാണ്. ഇതുപോലെ ഈശോയാകുന്ന പ്രധാന പുരോഹിതനും നമ്മുടെ ഇടയിൽ തന്നെ എടുക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളിലും നമ്മളോട് സദൃശനാണ്. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. ഇന്ന് നമ്മൾ അനേകം പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ, പീഡകളിലൂടെ കടന്നു പോകുമ്പോൾ അവനറിയാം ഇതെല്ലാം. അവൻ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള അവന് നമ്മളെ മനസ്സിലാക്കാനൊന്നും പ്രയാസമില്ല. അതുകൊണ്ട് നമ്മളാരും പറയേണ്ടതില്ല നമ്മളെ ഈശോയ്ക്ക് ദൈവത്തിന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ്. ദൈവത്തിനെല്ലാം മനസ്സിലാകുന്നുണ്ട്. മനസ്സിലാകുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവൻ നമ്മുടെ ഇടയിൽ തന്നെ ഉള്ളവനാണെന്നർത്ഥം. മാത്രമല്ല, നമ്മൾ അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അവനാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖകളാണ്. അതുകൊണ്ട് നമ്മളും ഇതുപോലെ ഇവൻ മനസ്സിലാക്കിയതുപോലെ, ഇവൻ എല്ലാവർക്കും സഹോദരനായിരുന്നതുപോലെ നമ്മളും ആയിരിക്കണമെന്നാണ് ഈ പറഞ്ഞുകൊണ്ടുവരുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ രക്ഷ നിലനിൽക്കുന്നത്. നമ്മളാകുന്ന അവയവങ്ങളിലൂടെ കർത്താവിൻ്റെ രക്ഷ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകണം. ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയാണ് സുവിശേഷം. ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. 40 ദിവസം വീണ്ടും വരികയാണ്. ആദ്യം പറഞ്ഞതുപോലെ 40 എന്ന് പറയുന്ന ഒരു തരത്തിൽ പറഞ്ഞ ഒരു പരിപൂർണതയാണ്. നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇത് അനുഷ്ഠിക്കണമെന്നർത്ഥം. കേവലം 40 ദിവസത്തേക്ക് ഈ ഓരോ വർഷവും വരുന്ന 50 നോമ്പിൽ മാത്രം ഇതൊക്കെ ചെയ്യണമെന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെ ജീവിതകാലം മുഴുവൻ അങ്ങനെയൊക്കെ ചെയ്യണം. ആ ദിവസങ്ങൾ അവനൊന്നും ഭക്ഷിച്ചില്ല. മോശയെ പോലെ തന്നെ, യോശുവയെ പോലെ തന്നെ ഒന്നും ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെയും മരുഭൂമിയിലായിരിക്കുകയായിരുന്നു. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. ഈശോ അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്ന നിയമാവർത്തന പുസ്തകത്തിലാണത്. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളിൽ ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. ഈശോ പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതെല്ലാം പഴയ നിയമത്തിലുള്ളതാണ്. നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. അനന്തരം പിശാച് അവനെ ജെറൂസലമിലേക്ക് കൊണ്ടുപോയി ദൈവാലയ ഗോപുരത്തിൻ്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കാൻ അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിന്മേൽ തട്ടാതെ അവൻ നിന്നെ കരങ്ങളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. ഈശോ പറഞ്ഞു, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. പ്രിയമുള്ളവരെ, ഇവിടെ നല്ല ഉപവാസമെല്ലാം കഴിഞ്ഞ് ശക്തി പ്രാപിച്ച് ഈശോ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ തേട്ട് നിൽക്കുന്നു പിശാച്. അവൻ പറയുകയാണ്, ഈ കല്ലുകളോട് അപ്പമാകാൻ പറയും. കാരണം എന്താണ്? ഈശോ ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങളും അതെല്ലാം രക്ഷകൻ വരുമ്പോൾ നടക്കുന്ന അടയാളങ്ങളാണ്. രക്ഷകൻ വരുമ്പോൾ ജനത്തിന് അപ്പത്തിൻ്റെ, ഭക്ഷണത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകും. അതുകൊണ്ട് കല്ലുകളെ അപ്പമാക്കി അവർക്ക് കൊടുക്കുക. അവർ നിന്നെ രക്ഷകനായി അംഗീകരിച്ചുള്ളൂ എന്നാണ് ഈ പറയുന്നത്. ഈശോ പറയുന്നു, അങ്ങനെയൊന്നുമല്ല. ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പൊഴിയുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്. അപ്പം കൊണ്ട് മാത്രമല്ലല്ലോ. അവിടെ പിശാച് പരാജയപ്പെട്ടു. അങ്ങനെ എളുപ്പത്തിലൊന്നും കർത്താവ് ഈ പറയുന്ന രക്ഷകനാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? സകല സമ്പത്തും കാണിച്ചു എന്നാണ് പറയുന്നത്. കാണിക്കാൻ പറ്റുമോ നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അതൊരു ദർശനം പോലെ കാണുകയാണ്. ഈ ലോകത്തുള്ള സകല സമ്പത്തിൻ്റെയും അധികാരിയായിട്ട് പിശാച് സ്വയം പ്രത്യക്ഷപ്പെടുന്നു. അവനെ ആരാധിച്ചാൽ ഇതെല്ലാം കിട്ടും. നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ലോകത്തിലുള്ള സകല സമ്പത്തും വേണ്ട, അതിൻ്റെ ഒരു ലക്ഷത്തിലൊരു അംശം തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരെ ആരാധിക്കുകയില്ലേ? നമ്മൾ 5 മിനിറ്റ് നേരത്തേന് മതിയല്ലോ, അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ദൈവത്തെ ആരാധിക്കാമല്ലോ. ഇങ്ങനെ കരുതുന്ന ധാരാളം പേരുണ്ട്. അതുപോലും പാടില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ദൈവത്തോട് വിശ്വസ്തത നമുക്ക് നിരന്തരമായിട്ടുണ്ടായിരിക്കണം. കാരണം തന്നെ ഏൽപ്പിച്ച ദൗത്യം അത് വിശ്വസ്തയോടെ നിർവഹിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണ്? ദൈവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് പറയും, ചാടടാ, നീ ചാടിയാൽ നീ ദൈവപുത്രനല്ലേ, ഒന്നും സംഭവിക്കുകയില്ല.
അതെന്തുകൊണ്ടാണ്? യഹൂദന്മാരുടെ ഒരു വിശ്വാസമുണ്ട്, രക്ഷകൻ വരുമ്പോൾ ഇങ്ങനെ വലിയ അത്ഭുതം പ്രവർത്തിക്കും, അങ്ങനെയാണ് അവൻ രക്ഷകനാണെന്ന് വെളിപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആ വിശ്വാസം നീ അങ്ങ് സ്ഥിരീകരിച്ച് നീ അതിനെ യാഥാർത്ഥ്യവൽക്കരിക്കുക, ഞാനെല്ലാം നിന്നെ വിശ്വസിച്ചുള്ളൂ. കർത്താവ് പറയുകയാണ്, ഇതുകൊണ്ടൊന്നും അല്ല, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കുക. കാരണം മനുഷ്യനാണ് ഞാൻ, ദൈവമാണെങ്കിലും ഗോപുരത്തിൻ്റെ അങ്ങ് മുകളിൽ നിന്ന് വീണ കാലൊടിയും, സംശയമൊന്നുമില്ല. അതുകൊണ്ട് നീ ദൈവത്തെ പരീക്ഷിക്കാൻ നടക്കണ്ട, ഇങ്ങനെയൊന്നും അല്ല ഞാൻ രക്ഷകനാണെന്ന് തെളിയിക്കാൻ പോകുന്നത്. അവസാനം അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി, തൽക്കാലത്തേക്ക് അവനെ വിട്ടുപോയി എന്നാണ് പറയുന്നത്. പിന്നീട് പല രൂപത്തിൽ ഈശോയുടെ അടുത്തേക്ക് വരും, പത്രോസിൻ്റെ രൂപത്തിൽ വരും, അവസാനം ആ ഗെത്സമേൻ തോട്ടത്തിൽ വരും, വെറും പ്രലോഭനമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഓർക്കണം, ഇത് എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും ഈ പ്രലോഭകൻ. ആ പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ നിന്നും ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളുണ്ടാകും. ഇതിനെയൊക്കെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ കർത്തൃ സാന്നിധ്യത്തിൽ നിരന്തരമായിട്ടായിരിക്കണം. അതിനുള്ള ഏറ്റവും അടുത്ത വഴി, എളുപ്പ വഴി, കർത്താവിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലും അധരത്തിലും നെറ്റിത്തടത്തിലും കൈത്തണ്ടയിലുമൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് പച്ച കുത്തും പോലെ പച്ച കുത്തി വെക്കാനല്ല, അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നമ്മളതിനെ സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കണമെന്നർത്ഥം. ഈ നോമ്പ് കാലത്ത് ഇങ്ങനെയൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ എടുക്കുന്ന ഉപവാസത്തിനും ഒരു നേരത്തിനും അല്ലെ പ്രായശ്ചിത്ത പ്രവൃത്തികൾക്കുമൊക്കെ ഫലമുണ്ടാവുക, അർത്ഥമുണ്ടാവുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.